ഇവളെയും കുട്ടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. കിടക്കാൻ ഒരിടമില്ല. ഞങ്ങൾ നിന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ. ഈ പെണ്ണിനെയും കുട്ടി വിശ്വസിച്ച് അന്തി ഉറങ്ങാൻ ഒരു കിടപ്പാടും വേറെ ഇല്ലാഞ്ഞിട്ടാ. എന്താ അമ്മച്ചി ഇത്? ഈ വീട്ടിൽ താമസിക്കാൻ അമ്മച്ചിക്ക് സമ്മതം ചോദിക്കണം. എനിക്ക് സന്തോഷമായി. വാ അമ്മച്ചി, പാടി. കണ്ണ് തെളിച്ച് ജയിച്ചു വരുന്ന വഴിയാണേ. കഴുത്തുവെട്ടിയും കാലുവെട്ടിയും ഒക്കെ ജയിച്ചത് വലിയ കേമത്രമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നേരും നെറിയോടെ ആ കുട്ടികളെ പോലെ ജയിച്ച് ഇതുപോലെ നാട്ടുകാരെയും കുട്ടി വന്നിരുന്നെങ്കിൽ നെഞ്ചൂക്കോടെ ഞാൻ സ്വീകരിച്ചേനെ. ഇതിന്റെ പേര് ജയമെന്നല്ല, ചെറ്റത്തരമെന്ന. ഇതെന്താ മാമച്ചായ, ജയിച്ചതിന്റെ ഒരു ഉഷാറും ഉത്സാഹവും ഒന്നും മുഖത്ത് കാണാനില്ലല്ലോ. ഉണ്ണിത്താൻ പറഞ്ഞ ശരിയാടോ, ഇതൊരു ജയമൊന്നുമല്ല. കളിക്കൊരുക്കിയ ഉരുവിനെ വെട്ടിക്കൊന്നിട്ട് അതിന്റെ ചോര ഉണങ്ങുന്നതിന് മുമ്പ് ഇതൊരാണും പെണ്ണും കേട്ട ജയമായി പോയി. ഉരുവിനെ കൊന്നതും കെട്ടിത്തൂക്കിയതൊന്നും ഞാനല്ല. വർക്കിയോട് ജയിക്കാൻ കഴിയാതെ പോയ അച്ഛന് വേണ്ടി മക്കളോടെങ്കിലും എനിക്ക് ജയിക്കണം. അതിന് ഇനിയും ചില തൊട്ടിക്കളികളൊക്കെ കളിച്ചെന്നിരിക്കും. വർക്കിയുടെ കുടുംബത്തിന്റെ ആണിക്കല്ല് പിഴുതെറിയാതെ അടങ്ങില്ല ഞാൻ. ആ ബാബുവിന്റെ പള്ളയ്ക്ക് ലാലിച്ചം കത്തിക്കയറ്റണം. അതിനുള്ള വഴിയും കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. ഈ ചതി ചെയ്തത് അവനാ, ബാബു. അവനല്ലാതെ ആര് ചെയ്യാനാ? നീ എന്റെ കളപ്പറ കത്തിച്ചല്ലടാ. എന്തായി പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ല അല്ലേ? അപ്പനെ കൂടെ കൊണ്ടുവന്ന് കൊന്നിട്ട് പറഞ്ഞത് തന്നെയാ. ഞാൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല. പാമ്പിനെ എന്റെ അപ്പം പാലും പഴവും കൊടുത്തു വളർത്തിയത്, എന്നിട്ടാണ് എന്നെ കൊത്തി. നിനക്ക് എന്ത് പറ്റി? ഇപ്പൊ നീ എന്റെ വിത്തും നശിപ്പിച്ചു. എനിക്കറിയില്ല. അതെ, എല്ലാരും കൂടെ എനിക്ക് ഭ്രാന്ത് പിടിപ്പിച്ചു. അമ്മച്ചേ, ബാബു 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 ബാബു, നിന്നെ ഞാൻ പിടില്ല. ലാലിച്ച, വാ ഇങ്ങോട്ട്. എല്ലാവരുടെയും പാടത്ത് വിതയും പണിയൊക്കെ തുടങ്ങി. ഞാറ്റുവേല നോക്കി വിത്ത് വിതയ്ക്കാന്ന് വിചാരിച്ചതാ. ഈ വർഷം വിതയ്ക്കാൻ വിത്തില്ല. അതാ എന്റെ വിഷമം. കൃഷി ഇറക്കണ സമയമായോണ്ട് ആരുടെ പക്കലും വിത്തും ഉണ്ടാവില്ല. വിത്തില്ലാത്തോണ്ട് കൃഷി ഇറക്കാൻ പറ്റിയില്ലല്ലോ ഓർത്ത് നീ വിഷമിക്കണ്ട. നിന്റെ പാടത്ത് വിളവിറക്കാൻ എത്ര വിത്ത് വേണമെങ്കിലും ഞാൻ തരാം. വെറുതെ സഹായിക്കുക എന്നൊരു വിചാരവും വിഷമവും വേണ്ട. പാട്ടമായിട്ട് കൂട്ടിക്കോ. വിളവെടുക്കും ഇങ്ങനെ തിരിച്ചു തന്നാ മതി. നെറികേട് കാണിച്ച ബാബുവിന്റെ മുമ്പിൽ അങ്ങനെ അങ്ങോട്ട് തോക്കാൻ പാടില്ലല്ലോ. നാളെ ലാലിച്ചന്റെ പാടത്ത് വിതയാ. ഭരതേട്ടനാണ് വിത്തും പണവും കൊടുത്ത് സഹായിച്ചിരിക്കുന്നത്. ആദ്യത്തെ കൈ വിത്ത് നീ തന്നെ എറിയണമെന്നത് അപ്പന്റെ ഒരു ആഗ്രഹമായിരുന്നു. അനിയൻകുട്ടൻ സമ്മതിക്കില്ല. ഇതിനായിട്ടൊരു വഴക്കിനും വക്കാണത്തിനൊന്നും ഇനി ഞാനില്ല. നാട്ടുകാരെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കണോ ഇനി? ഒരു പറ നെല്ലെടുത്തോണ്ട് നടക്കാൻ പ്രായമായ അന്ന് മുതൽ ഈ പാടത്ത് ആദ്യത്തെ കൈവിത്തെറിയുന്നത് ബാബുവാണ്. മതി മതി. നന്ദി ഉണ്ടാവും. ഈ കൂറും കടപ്പാടും മറക്കില്ല. നന്ദിയും കടപ്പാടും ഒക്കെ പിന്നെ
രാഹുകാലത്തിന് മുമ്പ് വിത്തറിയാൻ നോക്കി. ഇതെന്റെ ഒരു മോഹമായിരുന്നു. കൈപുണ്യം പറഞ്ഞ് അപ്പൻ ബാബുവിന് കൊടുത്തിരുന്ന ഒരു അവകാശമായിരുന്നു ഇത്. കഴിഞ്ഞതൊക്കെ മറക്ക്. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങല്ലേ. അപ്പനും ദൈവത്തിനെയൊക്കെ മനസ്സ് വിചാരിച്ച് വിത്തറിയാൻ നോക്ക്. ചെങ്കമാൻ വാ. കള്ളു വേണോ? തരാം. വേണ്ട മോളെ, ശംഖുമാവൻ കല്ലൂടി നിർത്തി. പറ്റികൾ തന്നു തീർക്കാൻ അപ്പമില്ലെന്ന് വിചാരിച്ചിട്ടാ? അല്ല, അപ്പ ഉണ്ടായിരുന്നപ്പോ കാണുന്നവരോടൊക്കെ കടം മേടിച്ച് കുടിച്ചു നടന്നിരുന്ന ഞാൻ ഇപ്പോഴാ അറിയണത് എന്റെ കുട്ടി കുടുംബത്തിന് വേണ്ടി എത്രയാ കഷ്ടപ്പെട്ടിരുന്നതെന്ന്. എന്റെ മോളെ കിട്ടിയവനും എവിടെയോ പോയി, ദുഷ്ടൻ. ഇപ്പോ വീട്ടില് ഒരു നേരത്തെ ഇവിടെ അപ്പു ചെയ്തോണ്ടിരുന്ന പണി എനിക്ക് തരൂ ശങ്കരേട്ടാ. അത്രയ്ക്ക് ഗതികേടിലാണ്. പണിയൊന്നും ചെയ്യണ്ട. അപ്പൂന് കൊടുത്തോണ്ടിരുന്ന എന്താന്ന് വെച്ചാ അത് ശംഖുമോനും തരാം. അല്ലേ അച്ഛാ? ബാബുട്ടാ, ബാബുട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. തെറ്റാണോന്നറിയില്ല. എന്താന്ന് വെച്ചാ പറ. എനിക്ക് ലില്ലി ഇഷ്ട. കല്യാണം കഴിക്കാൻ. സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതും സ്നേഹിച്ചു കൂടെ കൊണ്ടുവന്ന് നോക്കി ഇതിനായിരുന്നല്ലേ? ഇവിടെ ഓടി നിന്റെ ഉള്ളിൽ ഇതൊക്കെയായിരുന്നല്ലേ? അപ്പച്ചി ഇവളുമായിട്ട് ലില്ലിക്കൊന്നും അറിയില്ല. എന്റെ മനസ്സിൽ ഇങ്ങനൊരു മോഹം ഉണ്ടെന്ന് അവൾ ഇപ്പോഴാവും അറിയാ. എന്റെ പക്ഷത്തുനിന്ന് ഒരു ആലോചനയായിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയാം. നിന്റെ അച്ഛനും ഏട്ടനും ഇതറിഞ്ഞാൽ ആ നിമിഷം നിന്നെ അവരോട് ഇറക്കി വിടും. അറിയാം. കെട്ടുന്ന പെണ്ണിനെ പോറ്റാനുള്ള ചങ്കൂറ്റ് എനിക്കുണ്ട്. സമ്മതമാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനും ഞാൻ ഒരുക്കാം. നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എനിക്കൊന്നും അറിയില്ല. നിനക്ക് മുരളിയെ ഇഷ്ടമാണോന്നാ ചോദിച്ചത്? അതും അറിയില്ല. കയറാൻ വരട്ടെ. ഞാൻ അറിഞ്ഞൊക്കെ സത്യമാണോ? അറിഞ്ഞെന്താണെന്ന് ആദ്യം പറയ്. നീ ആ വർക്കിയുടെ മകളെ കെട്ടിക്കൊള്ളാമെന്ന് വാക്ക് കൊടുത്തു അറിഞ്ഞു. ശരിയാ? സമ്മതിക്കൂല ഞാൻ. ഇല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. നിന്നെ ഇടാ, മഹാരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് പട്ടും വളയും ഉടവാളും വാങ്ങിയ പാരമ്പര്യവും 21 കരക്കാരുടെ ക്ഷേത്രത്തിന് മേൽസ്ഥാനീയരായി വാഴുന്ന ഈ തറവാട്ടിൽ ഒരു കൊന്തയിട്ട പെണ്ണിനെ ഇവിടുത്തെ കെട്ടിലമ്മയായി വാഴിക്കാമെന്നുള്ളതിന്റെ വ്യാമോഹം നടക്കില്ലടാ. പാരമ്പര്യ ഗുണം ഒട്ടും കുറവല്ല വർക്കിയുടെ കുടുംബത്തിനും. തോമാസ്ലിയെ നേരിട്ട് സ്നാനപ്പെടുത്തിയ നസ്രാണി പാരമ്പര്യമാണ് ഞങ്ങളത്. പണവും കുടുംബ മഹാത്മ്യവും ഉണ്ടെന്ന് വെച്ച് എന്റെ പെങ്ങളെ ഈ തറവാട്ടിലേക്ക് കെട്ടിച്ചേരാൻ ഞാനും തയ്യാറല്ല. ആരെന്തു പറഞ്ഞാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയല്ല, ആ ബാബു. അവനാണ് ഇതൊക്കെ തീരുമാനിച്ചു തുറപ്പിച്ചതും. അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അകത്തിട്ട് പൂട്ടടാ ഇവനെ. ഇങ്ങോട്ട് വേണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ അങ്ങോട്ട് പോകാൻ നടക്കും. നടന്നിരിക്കും. ഇതങ്ങോട്ടെ.
സ്റ്റേഷനിലേക്ക്. അങ്ങനെയും കൊണ്ടുപോകട്ടെ. എന്ത് പ്രശ്നം പറ. പ്രശ്നോ? കുടുംബക്കാരും വേണ്ടപ്പെട്ടവരും അറിയാതെ ഇങ്ങനെ കല്യാണം നടത്തിയത് തന്നെ. കുടുംബക്കാരും വേണ്ടപ്പെട്ടവർ അറിഞ്ഞു തന്നെ കല്യാണം നടത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, എല്ലാവരും ഉണ്ട്. എന്റെ പെങ്ങൾ ആരുടെ കൂടെ പൊറുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിന്റെ പെങ്ങളാണെങ്കിൽ ഇവളെന്റെ മകളാ. അപ്പനില്ലാത്ത ഇവളെ ആരുടെ കൂടെ കെട്ടിച്ചയക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. അപ്പനല്ലേ ചത്തുള്ളൂ. ആങ്ങളെ ഒരുത്തൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. എന്നോടൊന്ന് ആലോചിക്കാൻ മരുന്നില്ലേ? വാടിയുടെ. എന്താ ലാലിച്ച ഇത്? ഏതായാലും കല്യാണം കഴിഞ്ഞില്ലേ, ഇനി സഹകരിച്ചു പോകുന്നല്ലേ എല്ലാവർക്കും നല്ലത്. ഇതൊക്കെ പറയാൻ നീ ആരാടാ നായി? എന്ത് ഭാവിച്ച ഇതൊക്കെ? മിണ്ടി പോകരുത്. നിനക്കുള്ള വീട്ടിൽ വന്നിട്ട് ജീപ്പി കയറാം. വേണ്ട 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 സാർ പോ. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്. നമ്മൾ തമ്മിൽ ഒരു പഴയ കണക്ക് ബാക്കിയുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ തല്ലിച്ചാച്ച ഓർമ്മയുണ്ടോ? ആ കണക്ക് പിന്നെ ഇവിടെ ഇപ്പൊ തനി സ്വഭാവം ഇറക്കിയുണ്ടല്ലോ, കൊല്ലില്ല. മലക്കടപ്പ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? അതുപോലെ ആയുസ് മുഴുവൻ കട്ടില്ലാവും ജീവിതം. സാറ് പോ.